ഹായ് ഓൾ, വെൽക്കം ടു വിൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCRT ടെക്സ്റ്റ് ബുക്ക് 5th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്ററാണ്. പാർട്ട് 2-ലെ 2nd ചാപ്റ്റർ ആയിട്ടുള്ള 6th ചാപ്റ്ററാണ്. അപ്പോൾ PSCക്കൊക്കെ ചോദിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി റിസോഴ്സസിനെ പറ്റിയാണ്, അതായത് ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണ്, ഇന്ധനങ്ങളെ പറ്റിയിട്ടാണ് ആദ്യമേ പറയുന്നത്. അപ്പോൾ നമ്മളുടെ എനർജി റിസോഴ്സസിൽ മെയിനായിട്ട് വരുന്ന ഒരെണ്ണമാണ് ഫ്യൂവൽ എനർജി, അതായത് ഇന്ധനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എനർജി, ഊർജം അല്ലേ. അപ്പോൾ നമുക്കതിനെ പറ്റി നോക്കാം. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്ന വസ്തുക്കളാണ് നമ്മൾ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു, ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ്? വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ നമ്മൾ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇന്ധനങ്ങളുടെ മറ്റുപയോഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ ഫ്യൂവൽസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെയാണ് നമ്മൾ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ബസ്, ലോറി, മാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ എന്താണ് ഉപയോഗിക്കുന്നത്? വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. വിമാനങ്ങളിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഫ്യൂവൽ എനർജി അല്ലെങ്കിൽ ഈ ഫ്യൂവൽസിൻ്റെ ഉറവിടം എന്നാണ് അടുത്ത നമ്മൾ പറയുന്നത്. പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാകുന്നത്. അപ്പോൾ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഈ പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാവുന്നത്. ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാവുന്നത്. എന്താണ്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അല്ലേ എന്നിവ ഉണ്ടാവുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ക്രൂഡ് ഓയിൽ പ്യൂരിഫിക്കേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പിന്നെന്താണ്, പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും നമുക്ക് ക്രൂഡ് ഓയിൽ പ്യൂരിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ പറഞ്ഞത്? എന്താണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോളിയം പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഈ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം അഥവാ നാച്ചുറൽ ഗ്യാസ് എന്നിവ ഉണ്ടാകുന്നത്. അപ്പോൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ഒക്കെ എങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ്? ക്രൂഡ് ഓയിൽ പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. We provide training for Kerala PSC, banking, SSC, railway, 8 to 12 school tuition, medical and engineering entrance coaching, LLB classes, finishing school ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ആണ്. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആയിരിക്കും. അതുപോലെ മന്ത്ലി ആൻഡ് വീക്ക്ലി ഉള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. ബുക്സും അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വരാം. അപ്പോൾ ഇതെന്താണ് കൊടുത്തിരിക്കുന്നത്?
അതായത് നമ്മളിപ്പോൾ ഫ്യൂവൽസിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിനെ പറ്റി പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു റിസോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് ആണ് നമ്മൾ കാണുന്നത് എണ്ണക്കിണർ അല്ലേ. എണ്ണക്കിണറാണ് ഈ കാണിച്ചിരിക്കുന്ന ചിത്രം. ഓക്കെ, അതുപോലെ തന്നെ എണ്ണ ശുദ്ധീകരണശാല, അതായത് ഓയിൽ പ്യൂരിഫിക്കേഷൻ, ക്രൂഡ് ഓയിൽ പ്യൂരിഫിക്കേഷൻ ഫാക്ടറി ആണിത്. അതുപോലെ തന്നെ പെട്രോൾ പമ്പ്, അതിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് അവസാനം പെട്രോൾ പമ്പിൽ എത്തുന്നത്. ഈ പെട്രോളിയം പ്രോഡക്ട്സ് പെട്രോൾ പമ്പിൽ എത്തുന്നത്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. എന്താണ് ഈ ഡീസൽ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ പ്രചാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ തീവണ്ടിയും കപ്പൽ തുടങ്ങിയ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും അതുപോലെ ഫാക്ടറീസ് ഒക്കെ വർക്ക് ചെയ്യാനുമായിട്ട് കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ്, താപവൈദ്യുത നിലയങ്ങളാണ് കൽക്കരി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് LPG സിലിണ്ടറിൻ്റെ ഒരു പിക്ചർ കൊടുത്തേക്കാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. അടുത്തൊരു ടൈപ്പ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഫോസിൽ എനർജി, ഫോസിൽ ഫ്യൂവൽ ആണ് അല്ലേ. ഫ്യൂവൽ എനർജി തന്നെയുള്ളതാണ് ഫോസിൽ ഫ്യൂവൽ. അപ്പോൾ ഇതെങ്ങനെയാണ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഫ്യൂവൽസ് രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതനുസരിച്ച് ഇവ തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നു. അതായത് ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫോസിൽ ഫ്യൂവൽസ്. അത് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാവുന്നതിനെയാണ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ എന്ത് ചെയ്യാൻ പറ്റില്ല? പുതുക്കാൻ കഴിയില്ല. പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് ഇവയെ പറയുന്നത്. ഇനി ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പലതരങ്ങൾ ഇന്ധനങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ വിറക്, മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കൽക്കരി, LPG തുടങ്ങിയവയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അത് സോളിഡ് ആയിരിക്കോ, ലിക്വിഡ് ആയിരിക്കോ, ഗ്യാഷ്യസ് ഫോമിലായിരിക്കോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. ഇനി തീവണ്ടിയുടെ കാര്യം പറഞ്ഞു. തീവണ്ടിയിൽ ഇന്ധനം ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ആദ്യം ഉപയോഗിച്ചിരുന്നത് എന്താണ്? തീവണ്ടിയിൽ കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ധനമായിട്ട് അല്ലേ. കൽക്കരി തീവണ്ടിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം എന്തുപയോഗിച്ചു? തീവണ്ടിയിൽ ഡീസൽ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. അതിനുശേഷം എന്താണ്? ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഡീസലും പെട്രോളിയം പ്രോഡക്ട്സ് ആയിട്ടുള്ള ഡീസൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എന്താണ് ഉപയോഗിച്ചത്? ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ തുടങ്ങി. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് അല്ലേ. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ട്രെയിൻസ് ആണ് കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. അതായത് ഇന്ധനങ്ങൾക്ക് പകരം ഫ്യൂവൽസിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ്, എനർജി സോഴ്സാണ് എന്ത്? വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വൈദ്യുതി, അതായത് ഈ എനർജി എന്ന് പറയുമ്പോൾ ഫ്യൂവൽ എനർജിയെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫ്യൂവൽ എനർജിയെ പറ്റി പല ടൈപ്പിലുള്ള ഫ്യൂവൽ എനർജിയെ പറ്റി നമ്മൾ പറഞ്ഞു. അടുത്തത് പറയുന്നത് ഈ ഫ്യൂവൽ എനർജി അല്ലാതെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് വൺ ജലവൈദ്യുതി, അതായത് ജലത്തിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതിയാണ് ജലവൈദ്യുതി. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി? കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ. എന്താണ് കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം? അതായത് നമ്മൾ കെട്ടി നിർത്തിയിട്ടുള്ള ജലത്തിൻ്റെ എനർജി യൂസ് ചെയ്തിട്ടാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അതിനു വേണ്ടി വെള്ളത്തെ എന്ത് ചെയ്യുന്നു? അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു അല്ലേ? അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുകയാണ് വെള്ളത്തെ അല്ലേ? ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ടർബൈനുകളിലേക്ക് വെള്ളം പതിപ്പിച്ചിട്ട് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് കാണിച്ചിരിക്കുന്നത് കാറ്റിൽ നിന്നുണ്ടാകുന്ന വൈദ്യുതി. ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. അത് നോട്ട് ചെയ്യുക. അടുത്തത് ഏതാണ്? വിൻഡിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി അല്ലേ? കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു ഓലപ്പമ്പരത്തിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ പോലെ തന്നെ ഇരിക്കുന്നതാണ് കാറ്റാടിപ്പാടം അല്ലേ? കാറ്റാടി യന്ത്രങ്ങൾ അല്ലേ? കാറ്റാടി യന്ത്രങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ് കാറ്റാടി യന്ത്രങ്ങൾ. അപ്പോൾ എന്തിനാണ് ഈ കാറ്റാടി യന്ത്രങ്ങൾ? വിൻഡിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. അതായത് വിൻഡ് മില്ലിൻ്റെ പങ്കകൾ, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ലീഫുകൾ ഓരോന്ന് കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടേക്കാണ് വിൻഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കേരളത്തിൽ എവിടേക്കാണ്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്? എന്തുകൊണ്ടാണ് ഈ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് കാറ്റാടി യന്ത്രങ്ങൾ എന്തുകൊണ്ടാണ് സ്ഥാപിച്ചത്? മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് കാറ്റ്. അപ്പോൾ മനുഷ്യൻ പരമ്പരാഗതമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഊർജ്ജ രൂപത്തെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. അതായത് സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് അല്ലേ, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡ് എനർജി അല്ലെങ്കിൽ വിൻഡിൻ്റെ ഒരു പവർ യൂസ് ചെയ്തിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതിനൊരു എക്സാമ്പിളാണ് കൊടുങ്കാറ്റ് അല്ലേ? കൊടുങ്കാറ്റിന് വളരെയധികം എനർജി ഉണ്ട്, അതുകൊണ്ടാണ് കടുത്ത നാശനഷ്ടങ്ങൾ അവ ഉണ്ടാക്കുന്നത്. ഇത് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും. നമുക്ക് വെതർ ബ്രോഡ്കാസ്റ്റിലൂടെയൊക്കെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാൻ സാധിക്കും. മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാവും. അതായത് ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാൻ സാധിക്കും. അടുത്ത ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സൂര്യപ്രകാശമാണ്, സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്ന് നമുക്ക് എനർജി കിട്ടും അല്ലേ? എങ്ങനെയാണ്? സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും. അപ്പോൾ നമുക്കറിയാം അതായത് സൺലൈറ്റിൽ നിന്നും നമുക്ക് കിട്ടും. അതിനെയാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് നമ്മൾ സോളാർ എനർജി എന്ന് പറയുന്നത്. ഈ സോളാർ എനർജിയിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് ഏതൊക്കെ? സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും. അപ്പം അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? സോളാർ കുക്കർ. ഇതെന്താണ്? സോളാർ വാട്ടർ ഹീറ്റർ. ഇതെന്ന് പറയുന്നത് സോളാർ കാൽക്കുലേറ്ററാണ്. അതായത് സോളാർ എനർജി യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കാൽക്കുലേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ഇതൊക്കെ സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ആണിത്. അതുപോലെ തന്നെ സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ബൾബ്, ലാമ്പ് ഒക്കെ ഉണ്ട് അല്ലേ? അതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇവയിലുള്ള സൗരോർജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. അതായത് ഇവയിൽ എന്തുണ്ട്? സോളാർ പാനലുകളുണ്ട് അല്ലേ? സൗരോർജ പാനലുകളുണ്ട്. ഇതാണ് സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ സൺലൈറ്റിനെ
ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത് എന്താണ്? ഈ സോളാർ പാനൽസ് ആണ്. സോളാർ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടുന്നു അല്ലേ? അതായത് സോളാർ പാനലിലുള്ള എന്താണ്? സോളാർ സെൽസ് അല്ലേ? സോളാർ സെല്ലിൽ എന്ത് സംഭവിക്കുന്നു? സൺലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഈ പറഞ്ഞ പോലത്തുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ ഡിവൈസസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യാൻ പറ്റും. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നവയല്ല അല്ലേ? സൂര്യപ്രകാശം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിലധികം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കാറ്റും നമുക്ക് ലഭിക്കും, തിരമാല തുടങ്ങിയവയൊക്കെ നമുക്ക് എപ്പോഴും ലഭിക്കാവുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകാനുള്ള സാധ്യതയില്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, അതായത് ഇവയെ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുക. അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ്? വായു മലിനീകരണം, എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ കണ്ടിട്ടുണ്ടല്ലേ? പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. അതായത് സോളാർ പാനൽസ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും നടക്കാനുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന, പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അടുത്തത് ബയോഗ്യാസ്. അടുത്തൊരു എനർജി സോഴ്സാണ് ബയോഗ്യാസ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. അതായത് നമുക്കറിയാം ചില കാര്യങ്ങൾ ബയോഡിഗ്രേഡബിൾ അല്ല എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ എന്താണ്, നേച്ചർ ഫ്രണ്ട്ലി അല്ല, അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി അല്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതായത് ഡിഗ്രേഡ് ചെയ്യാത്തൊരവസ്ഥയും അതുപോലെ തന്നെ അത് നേച്ചറിന് ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ നമ്മൾ, അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങളെ നമ്മൾ അതിൽ നിന്ന് ഫ്യൂവൽസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. അതുപോലെ അതിൽ നിന്നുണ്ടാക്കുന്ന ഗേഷ്യസ് ആയിട്ടുള്ള ഫ്യൂവലാണ് ബയോഗ്യാസ്. ബയോഗ്യാസ് എന്താണ്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം, അതായത് ഫ്യൂവൽസ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഫ്യൂവലിനെയാണ്, ഈ ഗേഷ്യസ് ഫ്യൂവലിനെയാണ് നമ്മൾ ബയോഗ്യാസ് എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലും വീട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് അല്ലേ? അതിനെ പറ്റിയൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഊർജോൽപാദനത്തിനുള്ള വ്യത്യസ്ത വഴികൾ നാം പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ നമ്മൾ എനർജി നമുക്ക് ലഭിക്കുവാനുള്ള പലതരം സോഴ്സസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. പലതരം, ഇപ്പോൾ ഫ്യൂവൽ എനർജി, അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, വിൻഡ് എനർജിയിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ നമ്മൾ ബയോഗ്യാസും പറഞ്ഞു അല്ലേ? ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം പോവാൻ. ഇനി താഴെ പറയുന്ന മാർഗങ്ങളും എന്താണ്? എനർജി പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? ഡീസൽ, കൽക്കരി, താപനിലയങ്ങൾ അല്ലേ? അതുപോലെ തന്നെ തിരമാലയിൽ നിന്നുള്ള ഊർജം ഉപയോഗിക്കുന്നുണ്ട്. ഭൂതാപോർജം അതും ഉപയോഗിക്കുന്നു. അണുശക്തി അല്ലേ? അണുശക്തിയും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ ഉള്ളതാണ് ചൂടാറാപ്പെട്ടി. എന്താണ് ഈ ചൂടാറാപ്പെട്ടി? ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ളൊരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ്. അതായത് ഇതുപോലെ നമ്മൾ ഫ്യൂവലിൻ്റെ യൂസ് കുറയ്ക്കാനുള്ളൊരു മാർഗം, അതായത് ഫ്യൂവൽസ് നമ്മൾ പറഞ്ഞു, ഈ ഫ്യൂവൽ എനർജി എന്ന് പറയുന്നത് ഉപയോഗിക്കും തോറും കുറയുന്ന ഒരു നോൺ റിന്യൂവബിൾ
എനർജി സോഴ്സാണ് എന്ത്, ഫ്യൂവൽ. അപ്പോൾ ഇതിൻ്റെ ഉപഭോഗം, ഇത് ഉപയോഗിക്കുന്ന യൂസേജ് കുറയ്ക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്, ഊർജ്ജ നഷ്ടം തടയലാണ്. അതായത് എനർജി വേസ്റ്റേജ് കുറയ്ക്കലാണ് ഇതിനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറപ്പെട്ടി, അല്ലേ? കാസറോൾ എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അപ്പോൾ അവയൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ എനർജി, അതിൻ്റെ ഉള്ളിലുള്ള എനർജിയെ നമ്മൾ ഊർജ്ജ നഷ്ടം, അതായത് എനർജി വേസ്റ്റേജ് സംഭവിക്കാതിരിക്കാനാണ്. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലഭിക്കുന്നത്. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഊർജ്ജം ലാഭിക്കുന്നത്. ഇതുപോലെ ഊർജ്ജ നഷ്ടം തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങളുണ്ട്? അപ്പം നമ്മൾ ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കുക. ഇതുപോലെ ചൂടാറപ്പെട്ടി, അല്ലെ കാസറോൾസ് ഒക്കെ അതിനൊക്കെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എനർജി വേസ്റ്റേജ് തടയാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഈ പരിമിതികൾ ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. അതായത് നമ്മൾ പറഞ്ഞു ഈ എനർജി വേസ്റ്റേജ്, അതായത് ഫ്യൂവൽ എനർജിയുടെ വേസ്റ്റേജ് ലാഭിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്, അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ഈ പരിമിതികൾ ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഏതൊക്കെ? നമ്മൾ പറഞ്ഞു റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. അപ്പോൾ എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരുപോലെ സൂര്യപ്രകാശം ലഭിക്കുമോ? ഇല്ല, അല്ലേ? അതായത് എപ്പോഴും നമുക്ക് സൺലൈറ്റ്, എല്ലാ കാലത്തും നമുക്ക് സൺലൈറ്റ് കിട്ടണമെന്നില്ല, എല്ലാ സമയത്തും നല്ല വിൻഡ് കിട്ടണമെന്നില്ല, അതുപോലെ തന്നെ തിരമാല തുടങ്ങിയവ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. കാറ്റിൻ്റെ വേഗത ഒരുപോലെ ആയിരിക്കുമോ എപ്പോഴും? അല്ല. അപ്പോൾ ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതായത് ഇവ എപ്പോഴും ഉണ്ടാകും, റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണെന്ന് പറഞ്ഞാലും എപ്പോഴും ഇവ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം, അല്ലേ? ഇതുപോലുള്ള പരിമിതികൾ ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള പരീക്ഷണത്തിലാണ് നമ്മുടെ സയൻസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. അതുപോലെ ഹൈഡ്രജൻസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? എനർജി ആയിട്ട്, ഫ്യൂവൽ എനർജി ആയിട്ട് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജൈവ ഡീസൽ, അല്ലെ ബയോ ഡീസൽ എന്നൊക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്യൂവൽസ് ആണ്, അല്ലേ? ഇപ്പോൾ നമ്മുടെ ശാസ്ത്രലോകം വികസിപ്പിച്ചെടുത്തിട്ടുള്ള പുതിയ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ് ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവയൊക്കെ. ഇന്ധനങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്ക് നമ്മൾ ന്യൂസ് പേപ്പറിലും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അറിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഫ്യൂവൽസിനെ പറ്റിയിട്ടും ബാക്കിയുള്ള എനർജി റിസോഴ്സസിനെ പറ്റിയിട്ടൊക്കെയാണ് ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാം ജസ്റ്റ് നോക്കിയിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ഇതിൽ നിന്ന് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇപ്പോൾ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജശേഷി വർഷം തോറും 15.8% കുറഞ്ഞു. രണ്ടാമത്തെ എന്താണ് ഓപ്ഷൻ? ഇന്ത്യയുടെ മൊത്തം സ്ഥാപിത ശേഷിയുടെ 47% ഇപ്പോൾ പുനരുപയോഗ ഊർജ്ജത്തിൽ നിന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഇന്ത്യയുടെ ഊർജ്ജ മിശ്രിതത്തിൽ സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും 10% താഴെയാണ് സംഭാവന ചെയ്യുന്നത്. നാലാമത്തത് എന്താണ്? നിക്ഷേപത്തിൻ്റെ അഭാവം മൂലം ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള മാറ്റം സ്തംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താണ്? ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. ഇന്ത്യയുടെ മൊത്തം സ്ഥാപിത ശേഷിയുടെ 47% ഇപ്പോൾ പുനരുപയോഗ ഊർജ്ജത്തിൽ നിന്നാണ്, അല്ലേ? പുനരുപയോഗ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്നാണ് ഇന്ത്യയുടെ മൊത്തം സ്ഥാപിത ശേഷിയുടെ 47% എന്താണ്? ഈ റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോസിൽ ഇതര ഇന്ധന വിഭാഗത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിത ഉൽപാദന ശേഷിയുള്ള പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്?
ഫോസിൽ ഇതര ഇന്ധന വിഭാഗത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിത ഉൽപാദന ശേഷിയുള്ള പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഒന്ന് പറയുന്നത് കാറ്റിൽ നിന്നുള്ള ഊർജം, രണ്ടാമത്തെ എന്താണ്? സൗരോർജം, 3 ആണവോർജം, 4 ജലവൈദ്യുത പദ്ധതി. അല്ലേ? അപ്പം ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഇതാണ് സോളാർ എനർജി അല്ലെങ്കിൽ സൗരോർജമാണ് ആൻസർ വരുന്നത്. അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1974 ഫെബ്രുവരിയിൽ ഭൂകമ്പ പര്യവേക്ഷണ കപ്പലായ അക്കാദമിക് അർഖാൻഗെൽസ്കിയിൽ നിന്ന് റഷ്യൻ ഇന്ത്യൻ സംഘം കണ്ടെത്തിയ മുംബൈ ഹൈഫീൽഡ്, മുമ്പ് ബോംബെ ഹൈഫീൽഡ് എന്ന് പറയുന്നതല്ലേ, ഇത് ഏത് വർഷത്തിലാണ് ഉൽപാദനം ആരംഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 1975, ഓപ്ഷൻ 2 1981, ഓപ്ഷൻ 3 1976 ആൻഡ് ഓപ്ഷൻ 4 1978. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. 1976 അതിൻ്റെ ഉൽപാദനം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 താരാപൂർ, ഓപ്ഷൻ 2 കൽപ്പാക്കം, ഓപ്ഷൻ 3 കോട്ട, ഓപ്ഷൻ 4 ട്രോംബെ. അപ്പോൾ എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച ആണവ നിലയം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, സ്ഥാപിച്ചത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, കൽപ്പാക്കമാണ്. കൽപ്പാക്കമാണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ധാതു വിഭവങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ പീഠഭൂമി മേഖല ഫെറസ് ലോഹങ്ങളാലും ബോക്സൈറ്റുകളാലും സമ്പന്നമാണ്. രണ്ടാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫെറസ് ധാതുക്കൾ ലോഹ സംസ്കരണ വ്യവസായങ്ങളുടെ വികസനത്തിന് ശക്തമായ അടിത്തറ നൽകുന്നു. മൂന്നാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശത്ത് വടക്കു കിഴക്കൻ മേഖലയെ പോലെ വൈവിധ്യമാർന്ന ധാതു നിക്ഷേപങ്ങളില്ല. ഇനി മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ എത്ര എണ്ണം ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. 2 എണ്ണം മാത്രമാണ് ശരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ഓപ്ഷൻ 2 എന്താണ്? 2 എണ്ണം മാത്രം ശരി. അതാണ് ഈ പറയുന്ന പ്രസ്താവനകളിൽ 2 എണ്ണം മാത്രം ശരി എന്നാണ്, അതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 തമിഴ്നാട്, 2 രാജസ്ഥാൻ, 3 കർണാടക, 4 ഗുജറാത്ത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ 1 തമിഴ്നാട്. തമിഴ്നാടുള്ള കൂടംകുളം ആണവ നിലയം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദാദാ ദുനിവാലെ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദാദാ ദുനിവാലെ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 മധ്യപ്രദേശ്, ഓപ്ഷൻ 2 പഞ്ചാബ്, ഓപ്ഷൻ 3 ഹരിയാന, ഓപ്ഷൻ 4 ഹിമാചൽ പ്രദേശ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, മധ്യപ്രദേശാണ്. അതായത് ദാദാ ദുനിവാലെ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സാണ് ഏതാണെന്നാണ് പറയേണ്ടത്. പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സിനെ ഇതിലേതാണ് എന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ 1 ഏതാണ്? പെട്രോൾ. ഓപ്ഷൻ 2 കൽക്കരി, ഓപ്ഷൻ 3 വനം, ഓപ്ഷൻ 4 പ്രകൃതിവാതകം. അതായത് പുനഃസ്ഥാപിക്കാവുന്ന എനർജി സോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പിന്നെയും പുനഃസ്ഥാപിക്കാനാവുന്ന ഊർജ സ്രോതസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, വനമാണ്. വനം നമുക്ക് പുനഃസ്ഥാപിക്കാവുന്ന ഒരു ഊർജ സ്രോതസ്സാണ്. അല്ലേ? വനത്തെയാണ് നമ്മൾ പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ് എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? 1 വിറക്, 2 പെട്രോൾ, 3 കാറ്റ്, 4 കൽക്കരി. അല്ലേ? ഈ പറയുന്നതിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എനർജി സോഴ്സ് ഏതാണ്? ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു എനർജി സോഴ്സ് ഏതാണ്? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, കാറ്റ്. കാറ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു എനർജി സോഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് 1 എന്ന് പറയുന്നത് ഒഡീഷ, 2 കർണാടക, 3 മഹാരാഷ്ട്ര, 4 തമിഴ്നാട്. അപ്പോൾ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ വിൻഡ് എനർജി യൂസ് ചെയ്തിട്ടുള്ള കാര്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വിൻഡ് എനർജി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം എന്താണ്? ബയോഗ്യാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം, കമ്പോണൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: പ്രൊപ്പെയിൻ, 2 ബ്യൂട്ടേൻ, 3 മീഥേൻ, 4 ഈഥേൻ. ഓക്കെ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, മീഥേൻ ആണ്. മീഥേൻ ആണ് ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്, മീഥേൻ ആണ്. ഇത് ഈ ചാപ്റ്ററിൽ നിന്നുള്ളതല്ല, അല്ലാതെ 2 ജനറൽ ആയിട്ട് ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ എവിടെയാണ് തേയിലയുടെ ജന്മദേശം? തേയിലയുടെ ജന്മദേശം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? തേയിലയുടെ ജന്മദേശം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, ചൈന. ചൈനയാണ് തേയിലയുടെ ജന്മദേശം. അടുത്തത്, താഴെ പറയുന്നവയിൽ എവിടെയാണ് കാപ്പിയുടെ ജന്മദേശം? താഴെ പറയുന്നവയിൽ എവിടെയാണ് കാപ്പിയുടെ ജന്മദേശം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ എന്താണ് വരുന്നത്? ബ്രസീലാണ്. ആൻസർ വരുന്നത് താഴെ പറയുന്നവയിൽ കാപ്പിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 6th ചാപ്റ്റർ അല്ലെങ്കിൽ എനർജി സോഴ്സസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന പോയിന്റ്സ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായി റിവൈസ് ചെയ്തിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നന്നായി പഠിക്കുക. താങ്ക് യു.